പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിച്ചത്. അപ്പം തന്നെ സർക്കാരിന്റെ ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ടാണ് പിന്നെ IOC വരെ അംഗീകരിച്ചത്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ IOCയുടെ അംഗീകാരമില്ല. അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ IOCയോ കേന്ദ്ര ഗവൺമെന്റോ ഈ കമ്പനിയെ അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കത്ത് കൂടി മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് പാവപ്പെട്ടവൻ വല്ല കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്ത 1.5 കൊല്ലം അവിടെ വയ്ക്കും. ഇത് അന്ന് തന്നെ കൊടുക്കാൻ അനുമതി. ഇവരുടെ അപേക്ഷയിൽ എത്ര MLD വെള്ളം വേണമെന്ന് പോലുമില്ല, എത്ര റിക്വയർമെന്റ്, എത്ര ലിറ്റർ വെള്ളം വേണം എന്ന് പോലും അപേക്ഷയിൽ കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇവർക്ക് അനുമതി കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ സീക്വൻസും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണ്. അത് ഓരോന്നായി തകർന്നു വീഴും. ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചു കൊണ്ടുവന്ന ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രൂവറി ആയിട്ട് നടന്നിരിക്കുന്നത്. നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥയായിട്ടല്ല നടത്തിയത്. ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും. കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ 2 മേഖലയിലും. അപ്പം നിരന്തരമായി ഞങ്ങൾ 6 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, സബ്മിഷനുകൾ, പ്രസംഗങ്ങൾ. ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നിസ്സംഗമായ മറുപടിയാണ്. 4 കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് 1 രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചേക്കാണ് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന്. കേരളത്തിൽ 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത്. 1000-ത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു. 8,000-ത്തിലധികം പേർ പരിക്കുപറ്റി കിടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. പിന്നെ ഈ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ. ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമിയാക്കാൻ പോവാണ്. 2,15,000 ഏക്കർ സ്ഥലം മനുഷ്യരെ കൊണ്ട് വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ്. മനുഷ്യ ജീവിക്കണ്ടേ? ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, ഭീതി, ഇൻസെക്യൂരിറ്റി എല്ലാം. അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിന്റെ ഫോക്കസിൽ ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടിയിൽ ഇപ്പോൾ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ്. ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച് ഒരാഴ്ചക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചുകൊണ്ടുപോയി. അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ. ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെന്റിലും അസംബ്ലിയിലും പുറത്തും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. എന്ന് അവർ പറഞ്ഞില്ല. അവരങ്ങനെ പറഞ്ഞില്ല. ഞാൻ ആ ഇന്റർവ്യൂ കണ്ട അവർ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും 18 UDF MP-മാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെടും. അത് ഞങ്ങളുടെ യോഗത്തിൽ പബ്ലിക് മീറ്റിംഗിൽ വന്ന് മലയോര സമര യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ തെറ്റെന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ കാര്യവും പറഞ്ഞല്ലോ. കേന്ദ്ര സഹായം വേണമെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് 1 രൂപ ചെലവാക്കിയ ഇവിടെ ഉണ്ടല്ലോ ഒരു ബഡ്ജറ്റും, ഇവിടെ ഉണ്ടല്ലോ ഒരു പ്ലാനും. നമ്മൾ മതിൽ കെട്ടും, ഫെൻസിങ് ഉണ്ടാക്കും, കിടങ്ങ് കുഴിക്കും, സേഫ് ഗാർഡ് ഉണ്ടാക്കും, സൗരോർജ്ജ വേലി ഉണ്ടാക്കും. കഴിഞ്ഞ 4 വർഷം ഒറ്റ പൈസ 1 രൂപ ഈ ഗവൺമെന്റ് മുടക്കിയിട്ടുണ്ടോ? എന്റെ ബജറ്റിൽ വെച്ച തുക, എന്റെ പ്ലാൻ ഫണ്ടിൽ വെച്ച തുകയൊക്കെ. എന്നിട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നത് പിന്നെയല്ലേ. കേന്ദ്രത്തിൽ നിന്നും പൈസ വേണം. ഇവിടെ ചെലവഴിച്ചിട്ടില്ലല്ലോ, ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ 2016 വരെ ഈ ഏലത്തോട്ടങ്ങൾ റവന്യൂ ഭൂമിയാണെന്നും അവിടുത്തെ മരങ്ങൾ വനത്തിന്റെയാണ് എന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ട്. ഡ്യുവൽ കൺട്രോൾ. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്തത്? റവന്യൂ വകുപ്പ് പറഞ്ഞു അത് മുഴുവൻ വനഭൂമിയാണെന്ന്. ഏലത്തോട്ടെ വനം വകുപ്പും പറഞ്ഞു അത് വനഭൂമിയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വന്നു. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല.
അതിനിപ്പോൾ വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ളവരെ എവിടെ പോകും? അപ്പം ഗവൺമെന്റിന്റെ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ. തീർച്ചയായിട്ടും പറയില്ല. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാമല്ലോ, 1. 2, അത് താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഈ നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുപോലെ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് പോലും കേരളത്തിൽ ചെയ്യുന്നില്ലല്ലോ. തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിലേക്ക് വെടിവെക്കാൻ വെള്ളം പറയുകയാണ് എന്നതടക്കം വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്.